ഞാനതാ പറഞ്ഞു, ജിസേലിന്റെ ആരെയും കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോന്ന് അറിയത്തില്ല. ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോള് പറഞ്ഞതിൽ ഒരു എക്സ്റ്റെന്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, എനിക്കറിയാവുന്നതാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴും പറഞ്ഞുതരാം. എപ്പടി ഇருக்கு ബിഗ് ബോസിന്റെ അകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ എത്തുന്നത് എഡിറ്റ് ചെയ്തിട്ട് എന്തൊക്കെയോ ഊളത്തരങ്ങളാണ് എന്നാണ് പ്രവീണും പറയുന്നത്. പ്രവീണും അനുമോളും സംസാരിച്ച കുറച്ച് ക്ലിപ്സും കാര്യങ്ങളും മാത്രമാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അത് കൂടാതെ പല കാര്യങ്ങളിൽ അയാൾ ഇൻവോൾവ് ആയിട്ടുണ്ട് അത്രേ. എന്നാൽ അതൊന്നും പുറത്തു വന്നിട്ടില്ല. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. പല കാര്യങ്ങളും അവരുടെ ഇഷ്ടത്തിനാണ് അവർ പുറത്തു വിടുന്നത്. അത് കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ആര്യനും ഗിസയിലും തമ്മിലുള്ള ഈ ഒരു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അനുമോൾ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അനുമോളെ എന്തൊക്കെയാണ് നിങ്ങളാക്കിയത്. എന്നാൽ അനുമോൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് അകത്തു നിന്നും പുറത്തു വന്ന ഒരാൾ പറയുന്നു. ഇതൊന്നും കൂടാതെ മസ്താനി ഇനി വാ തുറന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ കിട്ടും. എന്തായാലും മസ്താനി ഔട്ട് ആവേണ്ട ആളാണെന്ന് നമുക്കറിയാം. എന്നാൽ പ്രവീൺ ഔട്ട് ആവേണ്ട ഒരു വ്യക്തിയുമല്ല. അവിടെ പുറത്താവേണ്ട മനുഷ്യൻ അത് സാബുമോനാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് അയാളുടെ ഗെയിം കൊണ്ടാണ്, അയാളൊരു ഒച്ചി ഇഴയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ആയതുകൊണ്ട് തന്നെ അയാൾക്ക് പറ്റിയ ഒരു കാര്യമല്ല ബിഗ് ബോസ്. അയാളെ ദൂരെ കളയേണ്ടിയിരുന്നു. അതുകൂടാതെ തന്നെ നിരന്തരമായിട്ട് വൃത്തികെട്ട രീതിയിലുള്ള കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് ആര്യൻ. ആര്യനും ഗിസയിലും തമ്മിൽ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു, അവർ ഉമ്മ വെച്ചു, അത് ഞാൻ കണ്ടു എന്ന് പറയുന്ന ആ ഒരു വാദത്തെ ലാലേട്ടൻ പോലും തള്ളിക്കളഞ്ഞു. എന്നാൽ നമ്മളത് കണ്ടവരാണ്. 24/7 കാണുന്ന ആളുകളാണ് ഇപ്പൊ കുറെ ആളുകൾ. എല്ലാവരും ഇപ്പോൾ 24/7 കാണുന്നുണ്ട്. അതിൽ പോലും എഡിറ്റ് ചെയ്തിട്ട് കാണിക്കുന്ന പല സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാ. എന്നാൽ 72 ക്യാമറകളിൽ പതിയാത്ത ആ ഒരു സാധനം അനുമോൾ എന്ത് കണ്ടു, അനുമോൾ എങ്ങനെ കണ്ടു, ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ. ലാലേട്ടൻ പറഞ്ഞ ഡയലോഗ് അടികളും എനിക്ക് തീരെ അങ്ങത് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടതാ, അനുമോളും കണ്ടു, നമ്മളും കണ്ടു, ലാലേട്ടൻ കണ്ടില്ല എന്ന്. നമ്മളത് പൊട്ടന്മാരാണെന്നാണ് പറയുന്നത്. 72 ക്യാമറകളിൽ നിന്നും ഏത് ക്യാമറയിലെ ദൃശ്യങ്ങളാണ് പുറത്തു വിടേണ്ടതെന്ന് അതിന്റെ ഡയറക്ടർ തീരുമാനിക്കും. ഈ ഡയറക്ടർ ആരാ? അക്ബറിന്റെ സുഹൃത്ത്. അക്ബറിനെ പരമാവധി അവിടെ പിടിച്ചു വെക്കുന്നത് കണ്ടു. എത്ര വൃത്തികെട്ട മ്ലേച്ഛകരമായിട്ടുള്ള പ്രസ്താവനകളാണ് അല്ലെ അയാൾ പറഞ്ഞിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചില്ലേ. അപ്പൊ വുമൺ കാർഡ് ഇറക്കരുതെന്ന് പറയും. വുമൺ കാർഡ് ഇറക്കണ്ട. ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചില്ലേ. നിരന്തരമായിട്ട് അവിടെയുള്ള വസ്തുക്കൾ എറിഞ്ഞുടച്ചില്ലേ. അതൊന്നും കൂടാതെ വഴക്കാണ്, വൃത്തികെട്ട വാക്കുകളാണ് പറയുന്നത്. അയാളെ മഹാനാക്കിക്കൊണ്ട് ഈ ബിഗ് ബോസിൽ നിലനിർത്തുന്നത് ആരാ? അയാളുടെ സുഹൃത്താണ് എന്ന് തന്നെയാണ് എല്ലാവരും അവകാശപ്പെടുന്നത്. അതൊക്കെ ഊളത്തരല്ലേ. അതവിടെ മാറ്റിവെക്കാം. ഇതേപോലെ തന്നെ ഷാനവാസ് പാവമാണ്. ഷാനവാസിന് ഇഷ്ടമുള്ള ആളുകളുണ്ട്. ഷാനവാസ് എത്ര വസ്തുക്കൾ അവിടെ എറിഞ്ഞുടച്ചിട്ടുണ്ട് അല്ലെ. അയാളെ അവിടെ പിടിച്ചു വെച്ചിട്ടില്ലേ. അപ്പൊ ഈ ബിഗ് ബോസിന് അറിയാം ആരെ നിലനിർത്തിയാലാണ് റീച്ച് കിട്ടുക എന്നുള്ളത്. എന്നിട്ടും ആ ഒച്ച സാബുവിനെ എന്തിനാണ് വെച്ചുകൊണ്ടിരുന്നൊക്കെ ചോദിക്കാനുള്ളത്. വളരെ പതുക്കെയാണ് നീങ്ങുന്നത് അല്ലെ. അത്ര സോഫ്റ്റ് ആണ് ആള്. ആ സോഫ്റ്റ് കളിക്കാൻ അവിടെ പറ്റില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മസ്താനെ പുറത്താക്കി. മസ്താനെ പുറത്താക്കേണ്ടത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ മസ്താനി പറയുന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഒരു പക്ഷേ ബിഗ് ബോസ് ആവശ്യപ്പെട്ടതാണെങ്കിലോ മസ്താനിയോട് ആ രീതിയിൽ കളിക്കണം എന്നുള്ളത് പറയാനൊന്നും കഴിയില്ല. പല ആളുകൾ ഇപ്പൊ പുറത്തു വന്നിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട്. അയ്യോ ഞങ്ങൾ അവിടെ അതല്ല ഇത് ചെയ്തിരുന്നല്ലോ, അത് ഇവിടെ കണ്ടില്ലേ. കണ്ടിട്ടില്ല. അതാണ്. അപ്പോ ഓരോ ആളുകളെ ഏത് രീതിയിൽ ചിത്രീകരിക്കണം എന്ന് അവർക്കറിയാം. എന്നാൽ ഏത് രീതിയിൽ ചിത്രീകരിച്ചാലും ആര്യൻ ഗിസേലിന്റെ ആ ഒരു സംഭവങ്ങള് അത് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അവരെത്ര വാഷ് ചെയ്ത് നന്നാക്കാൻ ശ്രമിച്ചാലും അത് മോശമായ രീതിയിലേക്ക് തന്നെ പുറത്തേക്ക് വരുന്നു. പ്രവീൺ പറയുന്നു അവര് തമ്മിലുള്ള ആ ഒരു അത് വളരെ മോശപ്പെട്ട രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. അനുമോള് പറഞ്ഞ കാര്യങ്ങൾ, അനുമോൾ എല്ലാവരും എന്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാ. അനുമോൾ വൃത്തികെട്ട സ്ത്രീയാണ്, എന്താണ് അങ്ങനെ പറയുന്നത് എന്നുള്ളതൊക്കെ. ഇപ്പൊ ഞാൻ തന്നെ ഇന്നലെ രാത്രി 2:30-3 മണിക്കാണ് കിടന്നുറങ്ങുന്നത്. ഞാൻ ആ ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ആര്യൻ വിഷയം കണ്ടുകൊണ്ടിരിക്കുക. ബിന്നി അതിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട്. അതായത് ആര്യനും ഗിസയിലും ഒരുമിച്ച് കിടക്കുന്നു. ആര്യൻ പുറത്തു പോയ സമയത്ത് നെവിൻ അവിടെ നിന്ന് കിടക്കുന്നു. നെവിനെ ചവിട്ടി എണീപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ എണീക്കുന്നില്ല. അപ്പൊ നെവിന്റെ ബെഡിൽ ആര്യൻ വന്ന് കിടക്കുന്നു. റണ ഫാത്തിമ ഇതൊക്കെ കണ്ടുകൊണ്ട് സ്റ്റാൻഡായിട്ട് അവിടെ നിൽക്കുന്നു. നെവിന് ഭ്രാന്ത് പിടിച്ച് അവസാനം സ്വന്തം ബെഡിലേക്ക് പോയപ്പോൾ ആര്യൻ തിരിച്ച് ഗിസേലിന്റെ അടുത്ത് വന്നപ്പോഴേക്കും റണ അതിലേക്ക് ചാടിക്കടന്നപ്പോൾ ശരീരത്തിൽ കയറി കിടന്നു. ഇതാണ് സംഭവം. ഇതില് ആര്യന്റെ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിക്കണം. ചിരിച്ചുകൊണ്ടല്ല, അയാൾ ഭയങ്കര ഗൗരവമായിട്ടാണ്. അതാണ് അയാൾ ആ ഒരു രീതിയിലാണോ ടച്ച് ചെയ്തത് എന്നുള്ളൊരു സംശയം റനക്ക് തോന്നിയത് എന്നുള്ളതാ. റന നേരെ അവിടെ നിന്ന് ഒന്നും മിണ്ടിയില്ല. സാധാരണ നിലക്ക് എന്തെങ്കിലും മിണ്ടിയില്ല. ഷോക്കായി നേരെ സ്വന്തം ബെഡിൽ കിടക്കുമ്പോൾ ബിന്നി ഒന്നും അവിടെ എല്ലാവരും തിരിച്ചു വരികയാണ്. ബിന്നിയോട് കാര്യം പറയുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ബിന്നി കൃത്യമായിട്ടാണ് പറയുന്നത്, നിനക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ട് എന്ന് തോന്നിയാൽ അത് മോശമായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ മാത്രം പ്രതികരിക്കുക, അല്ലെങ്കിൽ നെവർ മൈൻഡ് ഒഴിവാക്കുന്നു. പക്ഷേ അവിടെ റന കിടന്ന് കരയാൻ തുടങ്ങി.
റന പൊരിഞ്ഞ കരച്ചില, കരഞ്ഞിട്ട് പറയുന്നത് എന്റെ കാമുകൻ ഇതൊക്കെ കാണുന്നുണ്ടാവും, അവൻ തെറ്റിദ്ധരിക്കില്ല എന്നുള്ളത്. ബിന്നി കൃത്യമായി ഇടപെടൽ നടത്തുന്നു. ഈ വീഡിയോസ് കാണുന്ന ആളുകൾ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല, തെറ്റ് മുഴുവൻ ആര്യന്റെ ഭാഗത്താണ്. ആര്യന് നിന്നെ എണീപ്പിക്കാമായിരുന്നു. ശരീരത്തിൽ കയറി കിടക്കുന്നത് ശരിയാണോ? ശരിയല്ല, തെറ്റാണ്. അപ്പൊ ആര്യൻ തെറ്റാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പുറത്തേക്ക് ആ വീഡിയോ എത്തിയപ്പോൾ പോലും ആര്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ, എന്തിനാണ് റന ആര്യന്റെ ബെഡിൽ കയറി കിടന്നത്, അത് തെറ്റല്ലേ എന്നുള്ളത്. അങ്ങനെ കയറി കിടന്നിട്ടുണ്ടെങ്കിൽ ആരുടെ മേത്ത് കയറി കിടക്കേണ്ട കാര്യമുണ്ടോ? അതല്ലേ ഏറ്റവും വലിയ തെറ്റ്. പറഞ്ഞുകൂടെ എണീക്കെന്ന് പറഞ്ഞുകൂടെ? ഇതൊന്നും കൂടാതെ ഒരുപാട് ബെഡ് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്, വേണമെങ്കിൽ ആര്യൻ അവിടെ പോയി കിടക്കാം, അങ്ങനെ ചെയ്തുകൂടെ? അതൊന്നുമല്ല ആളുകൾക്ക് വേണ്ടത്. ആര്യനെ വാഷ് ചെയ്തിട്ട് ആര്യൻ അടിപൊളിയാണ് എന്ന് നിങ്ങൾക്കത് പറയണം. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ പുറത്തു വരുന്ന ആളുകൾ പറയുന്നത് കൂടി നിങ്ങൾ കേൾക്കണം. അനുമോള് കണ്ടത് ശരിയാണ്, അനുമോള് പറഞ്ഞതുപോലെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇനിയും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബിഗ് ബോസിന് ആവശ്യമുള്ള കണ്ടന്റുകൾ അവർ കൊടുക്കുന്നുണ്ട്. അതായത് രാത്രി പോലും 1000-10,000 ആളുകൾ 24/7 കാണുന്നു എന്നുള്ളതാണ്. ഇന്നലെ ബിന്നി ഈ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതൊക്കെ ഏകദേശം 2-2:30 വരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കിടന്നുറങ്ങുന്നില്ല, അവിടെ കരഞ്ഞുകൊണ്ട് റന കിടക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്നുണ്ട് ആളുകൾ എന്നുള്ളതാണ്. അപ്പം ഞാൻ രാത്രി തന്നെ ആ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന ആ നിമിഷം തന്നെ കാണുക. കാരണം 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും കോപ്പിറൈറ്റ് അടിച്ചിട്ട് അത് ബ്ലോക്ക് ആയി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഫോട്ടോസ് മാത്രം വെച്ചുള്ള സംസാരമാണെങ്കിൽ ഓക്കെ, പക്ഷെ നിങ്ങൾക്കൊന്നും ക്ലിയർ ആയിക്കോട്ടെ വെച്ചിട്ടാണ് വീഡിയോ വെക്കുന്നത്. ആ വീഡിയോ റിമൂവ് ആയി പോകും. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉടനെ തന്നെ കാണുക. രാത്രിയൊക്കെ ഉറക്കം ഒഴിച്ചിട്ടൊക്കെയാണ് പല വീഡിയോസും നമ്മൾ കാണുന്നതും അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് പറയാം. ഓക്കെ, അപ്പൊ പ്രവീൺ പറഞ്ഞ വിഷയം അനുമോള് കണ്ടത് തന്നെയാണ്. അതിൽ ഒരു തരത്തിലുള്ള തർക്കവും വേണ്ട. അനുമോളെ ചവിട്ടി താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അന്ന് ലാലേട്ടൻ പോലും ശ്രമിച്ചത് എന്നുള്ളതാണ്. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ബൂസ്റ്റ് ചെയ്യാൻ ബിഗ് ബോസിനെ കൊണ്ട് കഴിയുന്നുണ്ട്, ആവശ്യമുള്ള കാര്യങ്ങൾ താഴ്ത്തി കെട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ലക്ഷ്മിക്ക് പറയാൻ അവസരം കൊടുത്തിരുന്നെങ്കിൽ ലാലേട്ടൻ അന്ന് അണ്ണാക്കിൽ പിരിവെട്ടി നിന്നതുപോലെ നിന്നേനെ. അനുമോളുടെ മുന്നിൽ ഞാൻ കണ്ടു എന്ന് ഉറച്ചു നിന്നില്ലേ, അതിൽ പിരിവെട്ടിയ പോലെ ഇവിടെയും പിരിവെട്ടും. കാരണം ലക്ഷ്മിക്ക് അവിടെ കൃത്യമായി പോയിന്റ് പറയാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അത് നിഷേധിക്കപ്പെട്ടതാണെന്നുള്ളതാണ്. ലാലേട്ടൻ അവരെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുമ്പോൾ കയ്യടിക്കുന്ന ആളുകളൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒന്നും സംഭവിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കയ്യടിക്കാനും ഏത് വ്യക്തിയെയും വീട്ടിലേക്ക് ക്ഷണിക്കാനും കഴിയും എന്നുള്ളതാണ്. ഇവിടെ LGBTQ ഉള്ള ആളുകളൊക്കെ ജീവിക്കുക തന്നെ വേണം, ഒരു തർക്ക കാര്യത്തിൽ വേണ്ട. അവർക്കും സ്വാതന്ത്ര്യമുണ്ട് ജീവിക്കാൻ. അവരുടെ കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോഴും അവിടെ അവരുടെ ഫാമിലിയെ കുറിച്ചിട്ട് അവരുടെ സങ്കടത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. പല ആളുകളും ഈ സപ്പോർട്ട് ചെയ്യുന്നത് സ്വന്തം വീട്ടിൽ സംഭവിക്കാത്തത് കൊണ്ടും സ്വന്തം മക്കൾക്ക് അങ്ങനെ ആവാത്തത് കൊണ്ടും മാത്രമാണെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ എനിക്ക് കഴിയും. എനിക്കും ആരെയും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവരുടെ കൂടെ താമസിക്കാനൊക്കെ കഴിയും. പക്ഷെ അതിനപ്പുറം ലക്ഷ്മി ചിന്തിച്ചതും ലക്ഷ്മി പറഞ്ഞതും കാര്യം എന്താ വെച്ചാൽ, എന്റെ വീട്ടിൽ കയറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കൾ അത് ഇൻസ്പയർ ആയിട്ട് അവരും അങ്ങനെ ജീവിക്കും എന്നുള്ള പേടി കൊണ്ടാണ്. ഇതേ പേടി എല്ലാ മാതാപിതാക്കൾക്കും വേണം. അഖിൽ മാരാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാണും ഒരുമിച്ചൊരു മുറിയിൽ കിടന്നുറങ്ങുന്നതിനെ മോശമായിട്ട് ആരും കണ്ടിരുന്നില്ല. നാളെ അത് ആളുകൾ പറയുന്ന രീതിയിലേക്ക് ഇവരാക്കിയെടുക്കുന്നു എന്നാ പറയുന്നത്. അത് സത്യല്ലേ? അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ബിന്നി അഭിനയിച്ച ഒരു സീരിയലിൽ തന്നെ ഈ സെയിം സാധനം ഉണ്ട്. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ പഠിച്ചൊരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു ബന്ധം ഒരു വൃത്തികെട്ട ബന്ധത്തിലേക്ക് പോയപ്പോൾ അവരുടെ അമ്മ കണ്ട് സംസാരിക്കുന്ന ഒരു സീനാണ്. ഒരുമിച്ച് പഠിച്ചതല്ലേ, കൂട്ടുകാരികളല്ലേ എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യം തന്നപ്പോൾ വൃത്തികേടുകളാണോ കാണിക്കുന്നത്? അപ്പൊ ബിന്നി പറയുന്ന സീനാണ്, എനിക്ക് അവളെ ഇഷ്ടമാണ്, ഞങ്ങൾ ഒരുമിച്ച് താമസിക്കും എന്നുള്ളത്, ഒരുമിച്ച് ജീവിക്കും എന്നുള്ളത്. അതൊക്കെ ഇവര് തന്നെ അഭിനയിച്ച് കാണിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ? അങ്ങനെ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ചില ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് കരുതിക്കൊണ്ട് നമ്മൾ എല്ലാവരും അത് ഉൾക്കൊള്ളണം എന്ന് ലാലേട്ടൻ പറഞ്ഞതും ശരിയല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കൺക്ലൂഷൻ. ആര്യനും ഗിസയിലും തമ്മിലുള്ള ഈ ഒരു സംഭവങ്ങൾ അത് ഉള്ളത് തന്നെയാണെന്ന് പ്രവീൺ പറയുന്നു. ഇനി മസ്താനും കൂടി വാ തുറന്നാല് മനസ്സിലാക്കും. എന്റെ പൊന്നു ലാലേട്ട ഒന്നേ പറയാനുള്ളൂ, ആ ഒറ്റ സാബുവിനെ പിടിച്ചൊന്ന് പുറത്ത് കള. അവൻ നീങ്ങുന്നില്ല, അവൻ നീങ്ങാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും പുറത്ത് കള. ലാലേട്ടൻ പോലും ട്രോളി. സൂക്ഷിച്ചൊന്ന് നോക്കി ചിലപ്പോൾ എന്നെ കാണാൻ കഴിയും. ഇതെന്താ ലൈഫ് ബോയ് സോപ്പിന്റെ പരസ്യത്തിൽ ലാസ്റ്റ് കാണുന്ന 2 അണുക്കളോ? സൂക്ഷിച്ച് നോക്കി കണ്ടെത്താ എടുത്ത് ദൂരെ കളയില്ല ലാലേട്ട. അപ്പൊ കൂടുതൽ അപ്ഡേഷൻ ആയിട്ട് വരും. നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ കാണാൻ ശ്രമിക്കുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.